Z E square divided by 8 pi epsilon 0 R. Potential energy minus of Z E square divided by 4 pi epsilon 0 R. Total energy minus of Z E square divided by 8 pi epsilon 0 R. ഇതിൽ ആരൊക്കെയാണ് ന്യൂമറിക്കലി ഈക്വൽ? ന്യൂമറിക്കലി ഈക്വൽ ആരൊക്കെയാണ്? കൈനറ്റിക് എനർജിയും കൈനറ്റിക് എനർജി നോക്കിയാൽ Z E square by 8 pi epsilon 0 R, Z E square by 8 pi epsilon 0 R. അപ്പോൾ കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും ആക്ച്വലി എന്താണെന്ന് പറയാം? ടോട്ടൽ എനർജി is equal to കൈനറ്റിക് എനർജി എന്ന് നമുക്ക് പറയാം. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? ആര് നെഗറ്റീവാണ്? ടോട്ടൽ എനർജി നെഗറ്റീവാണ്. അപ്പോൾ ടോട്ടൽ എനർജി ഈസ് ദി നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി അല്ലേ? ടോട്ടൽ എനർജി കൈനറ്റിക് എനർജിയുടെ നെഗറ്റീവാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഇപ്പോൾ ടോട്ടൽ എനർജിയും നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയും കൂടെ നോക്കണമെന്ന് വിചാരിക്കും. ഇവന്മാരും കൂടെ നോക്കുമ്പോഴേക്ക് എന്തെങ്കിലും റിസംബ്ലൻസ് ഉണ്ടോ? രണ്ടുപേരും നെഗറ്റീവാണ് ഒന്ന് അല്ലേ? പിന്നെ ഒരാൾ മറ്റേ ആളുടെ പകുതിയാണ് അല്ലേ? ഇയാളുടെ പകുതിയാണ് ഇയാൾ അല്ലേ? സോറി, ഇയാളുടെ പകുതിയാണ് ഇയാൾ. അതായത് ഇതിൽ ആരാണ് വലുത്? പൊട്ടൻഷ്യൽ എനർജിയാണ് വലുത് അല്ലേ? എത്ര വലുതാണ്? കൈനറ്റിക് എനർജീനേക്കാളും ടോട്ടൽ എനർജീനേക്കാളും ഡബിൾ ആണ് ആര്? പൊട്ടൻഷ്യൽ എനർജി അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു 2 times പൊട്ടൻഷ്യൽ എനർജി അല്ലേ? ഒരു മൈനസ് കൂടെ ഉണ്ട് ആണല്ലോ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആരാണെന്ന് നോക്കണം. പോസിറ്റീവ് ആരാണ്? കൈനറ്റിക് എനർജി മാത്രമാണ് പോസിറ്റീവ്. അതാണ് നമ്മളിവിടെ പോസിറ്റീവ് എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ. ഇനി ഇതേ പോസിറ്റീവായിട്ടുള്ള കൈനറ്റിക് എനർജിക്ക് ഈക്വലാണ് ആര്? ടോട്ടൽ എനർജി. പക്ഷേ ആരുണ്ട് ഇവന് കൂട്ടത്തിൽ? നെഗറ്റീവ് ഉണ്ട്. ടോട്ടൽ എനർജിക്ക് നെഗറ്റീവ് ഉണ്ട്. ഇനി ഇവന്മാർ രണ്ടിൻ്റെയും ഡബിളാണ് ആര്? പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി പക്ഷേ എന്താണ്? നെഗറ്റീവാണ്. ഈ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആണെന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇവന്മാർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്നാണ് അല്ലേടാ? ഇവിടെ ഈ ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ടാണല്ലോ ഇവിടെ ഇപ്പോൾ ഈ ന്യൂക്ലിയസ് പോസിറ്റീവും ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ടല്ലേ നമ്മളിവിടെ മൈനസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ചാർജുകളല്ലേ? ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവും അല്ലേ? അപ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൈനസ് സൈൻ കാണിക്കുന്നത് എന്താണ്? ഈ പൊട്ടൻഷ്യൽ എനർജിയിൽ മൈനസ് സൈൻ ഷോസ് ദാറ്റ് ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസ് അട്രാക്ട് ഈച്ച് അതർ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ മൈനസ് സൈൻ ഇല്ലായിരുന്നു വിചാരിക്കുക. മൈനസ് സൈൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇവിടെ മൈനസ് ഇല്ലെന്ന് പറഞ്ഞാൽ ഇവനും പോസിറ്റീവ് എന്നല്ലേ അർത്ഥം. അപ്പോൾ ഇവന്മാർ തമ്മിൽ റിപ്പൽ ചെയ്ത് ഇവൻ തെറിച്ച് പോകത്തില്ലേ? മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും ഇങ്ങനെ, എന്താണ്? വാട്ട് ഡസ് ദ നെഗറ്റീവ് സൈൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി ഇൻഡിക്കേറ്റ്സ് എന്ന് ചോദ്യം വരാം. എന്താണ് ഈ എന്താണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയിലെ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രോൺ ഈസ് അട്രാക്റ്റഡ് ബൈ ന്യൂക്ലിയസ് എന്നാണ് ആ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു, പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചു, ടോട്ടൽ എനർജി കണ്ടുപിടിച്ചു. ഇവന്മാർ 3 പേരെയും കൂടെ നമ്മൾ എന്ത് ചെയ്തു? റിലേറ്റ് ചെയ്തു. ഓർത്തോണം, കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും ന്യൂമറിക്കലി ഈക്വൽ ആണ്. അത് വേണമെങ്കിൽ എഴുതിയിട്ടുണ്ട്. കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ എനർജി ആർ ന്യൂമറിക്കലി ഈക്വൽ. അവിടെ പൊട്ടൻഷ്യൽ എനർജി അവന്മാരുടെ 2 പേരുടെയും ഡബിളാണ്. പക്ഷേ കൈനറ്റിക് എനർജി പോസിറ്റീവാണ്, ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവാണ്. കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആർ കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ എനർജി ആർ ന്യൂമറിക്കലി ഈക്വൽ. പക്ഷേ ടോട്ടൽ എനർജി ഈസ് നെഗറ്റീവ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡബിൾ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ എനർജി. പിന്നെന്താ പറഞ്ഞേ? നെഗറ്റീവ് സൈൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി ഇൻഡിക്കേറ്റ്സ്. എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ എനർജിയിലെ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തായിരുന്നു? ദാറ്റ് ദേ അട്രാക്റ്റ് ഈച്ച് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഈസ് അട്രാക്റ്റഡ് ബൈ ന്യൂക്ലിയസ് എന്നാണ് പൊട്ടൻഷ്യൽ എനർജിയിലെ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ഓർത്തോണം. ഇപ്പോൾ ടെക്സ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ ഇത്രയും വിശദമായിട്ടൊന്നും ഇല്ല, നമ്മൾ ഈ ഡിറൈവ് ചെയ്തിരിക്കുന്ന പോലൊന്നും ഇല്ല, വെറുതെ ഇക്വേഷൻ വൈസ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ടെക്സ്റ്റ് നോക്കിയേക്കണേ, ഇത് നോക്കിയേ. ഇതിൻ്റെ അകത്തും നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ അവർ കൈനറ്റിക് എനർജി സെൻട്രിപിറ്റൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും കൂടി ഇക്വേറ്റ് ചെയ്തു. അതിൽ നിന്ന് അവരെന്ത് ചെയ്തു? ആറിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് എഴുതിയിരിക്കുന്നു. നമ്മൾ നേരത്തെ എഴുതിയ സംഭവം തന്നെ അവരെന്താണ് ഡയറക്റ്റ് എഴുതിയിരിക്കണം. RCL²/4πε0 mv² എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. അതിൽ നിന്ന് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനായിട്ട് അതേപോലെ തന്നെ വിയുടെ ഇക്വേഷൻ ഉണ്ട്. കൈനറ്റിക് എനർജി അവർ ഡയറക്റ്റ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. വിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാതെ തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മൾ വിയുടെ ഇക്വേഷൻ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ v² ഇട്ട് കൊടുത്തത്. അപ്പോൾ ½ mv². ഇത് കണ്ട് ഞാൻ നമുക്ക് പെട്ടെന്ന് കത്തത്തില്ല, കാണാപ്പാടം പഠിച്ചതെന്ന് വിചാരിക്കും. പക്ഷേ നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ്? ആറിന് ഇക്വേഷൻ എഴുതി ഓർമ്മയുണ്ടല്ലോ. ആർ ഇക്വേഷൻ എഴുതി, അതേപോലെ വിയുടെ ഇക്വേഷൻ എഴുതിയില്ലേ?
ആ വിയിൽ നിന്നാണ് നമ്മൾ കൈനറ്റിക് എനർജി V12 V സ്ക്വയറിൻ്റെ വാല്യൂ എടുത്തിട്ടാണ് എം ഒക്കെ വെട്ടിക്കളഞ്ഞിട്ടാണ് നമുക്ക് ഈ വാല്യൂ നമ്മൾ നോട്ടിൽ എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഈ വാല്യൂ എങ്ങനെ എഴുതിയത്, അത് രണ്ട് ചാർജായിട്ട് എടുത്ത് ഇസഡ് ഇ എന്ന് എഴുതിയിട്ട് ഇപ്പോൾ എഴുതിയിരിക്കുന്ന പോലെ തന്നെ എന്തിൻ്റെ എഴുതി, പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എഴുതി. ടോട്ടൽ എനർജി എങ്ങനെ കിട്ടി, രണ്ടും കൂടെ ആഡ് ചെയ്തു, K+U, ഇത് രണ്ടും കൂടെ അത് നമുക്ക് ഇവിടുന്ന് തന്നെ എഴുതാം. K+U ആഡ് ചെയ്തു -E²/8πε0r എന്ന് എന്തും കിട്ടി, ടോട്ടൽ എനർജിയും കിട്ടി. ഇതിൽ പറഞ്ഞു ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇസ് നെഗറ്റീവ്. കണ്ടല്ലോ, ടോട്ടൽ എനർജി നെഗറ്റീവ് ആണ്. ദിസ് ഇംപ്ലൈസ് ദ ഫാക്ട് ദാറ്റ് ഇലക്ട്രോൺ ഇസ് ബോണ്ടഡ് ടു ദ ന്യൂക്ലിയസ്. ഇലക്ട്രോണും ന്യൂട്രോണും ന്യൂക്ലിയസും തമ്മിൽ ബോണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ടോട്ടൽ എനർജി നെഗറ്റീവ് ആണെന്ന് പറയുന്നത്. സെയിം തന്നെ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആണെന്ന് പറയുന്നതിന് അർത്ഥം ഇത് തന്നെയാണ്. വാട്ട് ഡു യു മീൻ ബൈ നെഗറ്റീവ് സൈൻ ഇൻ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഓർ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഇലക്ട്രോൺ ഇസ് ബോണ്ടഡ് ബൈ ദ ന്യൂക്ലിയസ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഇസ് ബോണ്ടഡ് ടു ദ ന്യൂക്ലിയസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ഇ വെയർ പോസിറ്റീവ്, കണ്ടല്ലോ, ആൻ ഇലക്ട്രോൺ വിൽ നോട്ട് ഫോളോ ദ ക്ലോസ്ഡ് ഓർബിറ്റ് അറൗണ്ട് ദ ന്യൂക്ലിയസ്, അതും പറഞ്ഞിട്ടുണ്ട്. ഈ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ, ഇവർ രണ്ടും കൂടെ എന്ത് ചെയ്തേനെ, റിപ്പൽ ചെയ്ത് ദൂരെ പോയേനെ, അതാണ് പറയുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് പറയാം. ഈ ക്വസ്റ്റ്യനിലേക്ക് ഇറ്റ് ഈസ് ഫൗണ്ട് എക്സ്പെരിമെൻ്റലി ദാറ്റ് ടോട്ടൽ എനർജി ഒരു ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു ഹൈഡ്രജൻ ആറ്റമാണ് റിക്വയർ ടു സെപ്പറേറ്റ് ദ ഹൈഡ്രജൻ ആറ്റം ഇൻ പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ കമ്പ്യൂട്ടർ ദ ഓർബിറ്റൽ. ഓക്കെ, ഇതിൻ്റെ അകത്ത് പറയുന്നത് എക്സ്പെരിമെൻ്റലായിട്ട് ഒരു ഹൈഡ്രജൻ ആറ്റം എടുത്തു. ഓക്കെ, ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പ്രോട്ടോൺ ആയിരിക്കും. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അകത്ത് ഒരു പ്രോട്ടോൺ ആയിരിക്കും, ഒരു ഇലക്ട്രോണും ആയിരിക്കും അല്ലേ. ഇതിൻ്റെ അകത്തുനിന്ന് ഈ പ്രോട്ടോണിനെയും ഇലക്ട്രോണും കൂടെ പൊട്ടിക്കാനായിട്ട്, പ്രോട്ടോണിനെ അതായത് ന്യൂക്ലിയസിനെ ഇലക്ട്രോണിനെ ന്യൂക്ലിയസിൽ നിന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട് വേണ്ട എനർജിയാണ് -13.6 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ദാറ്റ് ഇലക്ട്രോൺ 13.6 eV ഈസ് റിക്വയർഡ് ടു സെപ്പറേറ്റ് ഹൈഡ്രജൻ ആറ്റം ഇൻ ടു എ പ്രോട്ടോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ. എന്നിട്ട് അവർ പറഞ്ഞു കമ്പ്യൂട്ട് ദ ഓർബിറ്റൽ റേഡിയസ് ആൻഡ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്നാണ് ചോദ്യം. എന്തൊക്കെ കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ റേഡിയസും വെലോസിറ്റി, ഇത് രണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ഇപ്പോൾ ആരൊക്കെയുണ്ട്, ഇപ്പോൾ റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ E²/4πε0 mv² ആണ് കണ്ടോ. അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഇപ്പോൾ എനർജിയാണ് തന്നിരിക്കുന്നത് എല്ലാവരും. അപ്പോൾ എനർജി തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കണ്ടുപിടിച്ചൂടെ, എനർജി തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. കാരണം എന്താ, ഇയുടെ വാല്യൂ നമുക്കറിയാം, പൈയുടെ വാല്യൂ നമുക്കറിയാം, ε0യുടെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് കണ്ടുപിടിക്കാം. അഞ്ചു പറ. ഞാനിപ്പോൾ അങ്ങോട്ട് വരാം, വന്നിട്ട് ഇറങ്ങിയാൽ മതി. അവർ പോയല്ലോ ഞാൻ പോരാം. ഇത് കണ്ടുപിടിച്ചിട്ട് വരുവാ. ടെക്സ്റ്റിനകത്ത് ഉത്തരം തന്നെ ഉണ്ട് കേട്ടോ, എന്നാലും നോക്കുക, തന്നെ ചെയ്യാൻ പറ്റും നോക്കും. അതായത് എനർജി -13.6 ആണ്. നമ്മൾ പറഞ്ഞുതരാം, ഒരു പ്രോട്ടോണും ഒരു ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൻ്റെ ചുറ്റിനും കറങ്ങുന്ന ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ആ ഇലക്ട്രോണിനെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ന്യൂക്ലിയസിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കണം. അങ്ങനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള എനർജി, കൊടുക്കേണ്ട എനർജിയാണ് -13.6 ഇലക്ട്രോൺ വോൾട്ട്. അതായത് അവൻ്റെ ടോട്ടൽ എനർജിയാണ് എന്ത്, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു -13.6 ഇലക്ട്രോൺ വോൾട്ട്. ഇവിടെ എനർജി 13.6 എന്ന് കൊടുത്തിട്ടുള്ളൂ, പക്ഷേ ടോട്ടൽ എനർജി എന്ന് കാണുമ്പോൾ അത് എന്താക്കണം, മൈനസ് ആക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ എനർജി ഇത്രയുണ്ട്. അത്ര എനർജിയുള്ള ആളെ പൊട്ടിക്കണമെന്നുണ്ടെങ്കിലുള്ള എനർജിയാണിത്. എങ്കിൽ ഓർബിറ്റൽ റേഡിയസ് കണ്ടുപിടിക്കണം, വെലോസിറ്റിയും കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സൊല്യൂഷൻ്റെ അകത്ത് ഞാൻ പറഞ്ഞുതരാം. നോക്കി, ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് -13.6 ഇലക്ട്രോൺ വോൾട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, അതിനെ നമ്മൾ ഇലക്ട്രോൺ വോൾട്ടുകളെ നമ്മൾ ജൂളിലാക്കി. എനർജിയുടെ SI യൂണിറ്റ് എന്താ, ജൂളാണ്. EV എന്നുള്ളത് SI യൂണിറ്റ് അല്ല അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ആദ്യം ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളാക്കണം. അതിനാക്കണമെന്നുണ്ടെങ്കിൽ ഇയുടെ വാല്യൂ എത്ര, 1.6 × 10⁻⁹ അല്ലേ. അതിട്ട് കൊടുത്താൽ മതി. -13.6 ഇക്ക് പകരം എന്തിട്ട് കൊടുത്തു, -1.6 × 10⁻⁹ ഇട്ട് കൊടുത്തപ്പോൾ അതെന്തായി മാറി, ജൂളായി മാറി. കണ്ടോ, അപ്പോൾ ഒരു വാല്യൂ കിട്ടി. അതാണ് ആ ഇലക്ട്രോണിൻ്റെ വാല്യൂ. ഇതറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് R കണ്ടുപിടിക്കാം. നമ്മളിപ്പോൾ ചെയ്ത് വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. E²/8πε0 ആറിലെ ടോട്ടൽ എനർജി ഇക്വേഷൻ അതല്ല, ആണ് -13.6 അല്ലെങ്കിൽ ഈ -22.2 × 10⁻⁸. അപ്പോൾ അവിടെ നമ്മൾ R കണ്ടുപിടിക്കണം. ഇനി R കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എന്തും കണ്ടുപിടിക്കാം. R കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് Vയും കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടുന്ന് Vയും കണ്ടുപിടിക്കാൻ സാധിക്കും. ചെയ്ത് നോക്കിയാൽ മതി, ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വെച്ച് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഉത്തരവുണ്ട്, ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇത്ര മതി.